രക്ഷിച്ചും സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീരുവാനേ ജീവിതം പോരാ. ആഗതമാകുന്ന ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ വളരെ സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ വാക്യത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്ന വാക്യമാണത്. തുടർന്ന് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന്. അതെ, അതാണ് ക്രിസ്മസ്. ആദ്യ മനുഷ്യരോട് പർദീസായിൽ വെച്ച് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് ക്രിസ്മസ്. നിങ്ങൾക്കൊരു രക്ഷകനെ അയക്കാമെന്നുള്ള വാഗ്ദാനം കാലത്തിന്റെ തികവിൽ അത് മനുഷ്യരൂപം കൊണ്ട് മനുഷ്യനായി അവതരിച്ചു. എളിയവരിൽ എളിയവനായി അവിടുന്ന് കടന്ന് പുൽത്തൊഴുത്തിൽ നമുക്ക് കാണാവുന്ന കാഴ്ച എത്ര മനോഹരമാണ്. പുൽത്തൊഴുത്തിലുള്ള യേശുവിനെ കുറിച്ചും മാതാവിനെ കുറിച്ചും ഔസേപ്പ് പിതാവിനെ കുറിച്ചും അതുപോലെ തന്നെ രാജാക്കന്മാരെ കുറിച്ചുമൊക്കെ വളരെ മനോഹരമായിട്ട് അച്ഛനോട് വിവരിച്ച് കാണിച്ചല്ലോ. ഞാനതേക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. യേശുവും മാതാവും ഔസേപ്പ് പിതാവും അടങ്ങുന്ന കുടുംബമാണല്ലോ തിരുക്കുടുംബം. അവിടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സദ്വാർത്തയാണ് നമുക്ക് കാണാൻ സാധിക്കുക. മാലാഖമാർ അതുതന്നെയാണല്ലോ ആ അട്ടിടിയന്മാരോട് പറഞ്ഞിട്ടുള്ളതും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതിയും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണല്ലോ. സന്മനസ് നല്ല മനസ്സിന്റെ ഉടമകളായിരിക്കുന്നവർക്ക് മാത്രമേ സമാധാനം ലഭിക്കുകയുള്ളൂ. അതിന് നമുക്ക് ഈ പുൽക്കൂട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം. അതാണ് യേശു നമ്മോട് കൂടെ ഉള്ള ജീവിതത്തിന് മാത്രമേ നമുക്ക് സമാധാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ക്രിസ്തുവിനോട് കൂടിയുള്ള ജീവിതം സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയാണ് ഈ പുൽക്കൂട്ടിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുക. തുടർന്ന് സമാഗതമാകുന്ന 2025 വർഷം, അതിനും ഒരു പ്രത്യേകതയുണ്ടെന്ന് നമുക്കറിയാം. കാരണം ജൂബിലി വർഷമാണ്. പൗലോസ്ലീഹായുടെ എഴുതിയ ലേഖനത്തിലെ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പ്രത്യാശയുള്ളവരിന് നിരാശ ഉണ്ടാവുകയില്ല. പ്രത്യാശയുടെ ഒരു പൂർത്തീകരണമായിരുന്നു ക്രിസ്മസ്. കാരണം ആദിമ കാലഘട്ടം മുതലേ പ്രത്യാശയോടുകൂടി അനേകം നൂറ്റാണ്ടുകൾ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് യേശുവിനെ കണ്ടെത്തുവാൻ വേണ്ടി കാലാകാലങ്ങളിൽ ഒത്തിരിയേറെ കാത്തിരിപ്പ് ആവശ്യമായിരുന്നു. അങ്ങനെ പ്രത്യാശ ഒരിക്കലും നിരാശപ്പെടുത്തുന്ന ഒരു സംഭവമല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ബൈബിളിലുടനീളം നമുക്ക് കാണാം AD എന്നും BC എന്നും രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിന് ജനത്തെ ഒരുക്കുന്നതായിരുന്നു ഇസ്രായേൽ ജനതയിൽ നമുക്ക് കാണാൻ പറ്റുന്ന വസ്തുത. ഇസ്രായേൽ ജനത്തിന്റെ ജീവിത രീതിയും ശൈലിയും ദൈവ കേന്ദ്രീകൃതമായിരുന്നല്ലോ. അങ്ങനെ ആ കേന്ദ്രീകൃതമായ ജീവിതത്തിലൂടെ മുന്നോട്ട് വന്ന ഒരു ജനതയും അടിമത്തത്തിന്റെ ആ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം മോചനം ലഭിച്ച് അവർക്ക് ഒരു രക്ഷകനെ ആവശ്യമായിരുന്നല്ലോ. അങ്ങനെ ആ റോമൻ അടിമത്തത്തിൽ അകപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിലാണ് ക്രിസ്തു മനുഷ്യരൂപമായിട്ട് രൂപം പ്രാപിച്ചത്. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ക്രിസ്തുവിന്റെ ആ സന്ദേശം നമുക്ക് ലഭിക്കുമ്പോൾ നാം നമ്മുടെ കുടുംബം തിരുകുടുംബമായി തീരുന്നു. പരസ്പരം സഹവർത്തിത്വത്തോടും അതുപോലെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ നിലനിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് യേശുവിനെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടുത്തെ സന്ദേശങ്ങൾ കൊള്ളാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് മറ്റൊന്നും എനിക്ക് പറയാനില്ല. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതിയും ഭൂമിയെ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ള ആ മാലാഖമാരുടെ ആ കീർത്തനങ്ങളോട് കൂടെ ചേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതവും കൽപ്പിക്കാം. എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ വളരെ സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇസ്രായേൽ ജനത അറിഞ്ഞിരുന്നു ഇത് മോശയുടെ കാലം മുതലേ. കാത്തിരുന്ന കാലമായി ഓർത്തിരുന്ന ദൈവപുത്രൻ ഈരാവിൽ പിറക്കുമെന്ന് ഇസ്രായേൽ ജനത അറിഞ്ഞിരുന്നു ഇത് മോശയുടെ കാലം മുതലേ.
ഹേരോദാവിൻ കൽപ്പനയായി പൈതങ്ങളെ കൊന്നൊടുക്കുവാൻ ഹേരോദാവിൻ കൽപ്പനയായി പൈതങ്ങളെ കൊന്നൊടുക്കുവാൻ എന്നിങ്ങനെ കുന്തിരിക്കാൻ കാഴ്ചവെച്ച് മോദമായി വേറെ വയ്യ സ്വന്തം ദിവസം കൊണ്ടു വീട്ടുശീലപൊടിഞ്ഞ് പുൽക്കൂട്ടിൽ താമമ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ മണ്ണി പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ ഉമ്മ
ഒരു ധനുമാസത്തിൻ കുളിരം രാവിൽ രാപാതിരുന്നോരജപാലക ദേവനാദം കേട്ടു ആമോദരായി യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരം രാവിൽ രാപാതിരുന്നോരജപാലക ദേവനാദം കേട്ടു ആമോദരായി വന്മരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകയോടൊത്തന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ താരകം തന്നെ നോക്കി ആട്ടിടയൻ നടന്നു താരകം തന്നെ നോക്കി ആട്ടിടയൻ നടന്നു തേജസ് മുന്നിൽ കണ്ടു അവർ ബേത്ലഹേം തന്നിൽ വന്നു തേജസ് മുന്നിൽ കണ്ടു അവർ ബേത്ലഹേം തന്നിൽ വന്നു രാജാതിരാജന്റെ പൊൻതിരുമേനി രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലത്തൊഴുത്തിൽ കണ്ടു വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകരാജകുമാരിയോടൊത്തന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ മന്നവർ മൂവരും ദാവീദിൻ സുതനേ മന്നവർ മൂവരും ദാവീദിൻ സുതനേ കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു ദേവാലദേവന്റെ തിരുസന്നിധിയിൽ ദേവാലദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വെച്ചു വണങ്ങി യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാതിരുന്നോരജപാലക ദേവനാദം കേട്ടു ആമോദരായി കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് ആകാശവീതിയിൽ മാലാഖമാരവ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടു പാടി ഉറക്കിടുവാൻ മനതലിൽ നനച്ചിരുന്നു ആകാശവീതിയിൽ മാലാഖമാരവ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടു പാടി ഉറക്കിടുവാൻ മനതലിൽ നനച്ചിരുന്നു ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം നമ്മുടെ മധ്യത്തിലേക്ക് വന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വികാരി അച്ഛൻ ജോഷി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സെന്റ് ജോർജ് യൂണിറ്റിന്റെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ ഏറ്റവും കൃത്യമായി നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്
നമുക്ക് എന്നും ഊർജവും കരുത്തും നൽകുന്നതാണ്. അവര് എല്ലാ കാര്യത്തിലും നല്ല സഹകരണവും അതുപോലെ നമ്മോടുള്ള സ്നേഹത്തിന്റെ പേരിൽ സിസ്റ്റേഴ്സ് നമ്മുടെ ഇടയിൽ സിസ്റ്റേഴ്സിനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി ഇത്രയും ഭംഗിയാക്കി തീർത്ത ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ അംഗങ്ങൾക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.